ഇന്ത്യയാളുന്ന ചരക്കു കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ അടുത്ത 5 ദിവസം തെക്കുകിഴക്കായി കടലിലൂടെ ഒഴുകി നീങ്ങും. വടകരയ്ക്കും പൊന്നാനിക്കും ഇടയിൽ തീരത്ത് കണ്ടെയ്നറുകൾ അടിയാനാണ് സാധ്യതയെന്ന് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് ഡയറക്ടർ ഡോക്ടർ ബാലകൃഷ്ണൻ നായർ 24 പറഞ്ഞു. അപകടകരമായ രാസവസ്തുക്കൾ അടക്കമുള്ള ചരക്കാണ് വാൻഹൈ 503 എന്ന കപ്പലിൽ ഉണ്ടായിരുന്നത്. തീപിടുത്തത്തിന് പിന്നാലെ 25 കണ്ടെയ്നറെങ്കിലും കടലിലേക്ക് പതിച്ചു. തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ ചെരിഞ്ഞ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ പിന്നെയും വീണതായി കോസ്റ്റ് ഗാർഡും പറയുന്നു. കണ്ടെയ്നറുകളുടെ സഞ്ചാരപാതയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വിവരം നൽകുന്നത് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസിലൂടെയാണ്. നെക്സ്റ്റ് 5 ഡേയ്സ്, അടുത്ത 5 ദിവസങ്ങളിൽ നമ്മൾക്ക് ഇത് പാരലലായിട്ട് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ 5 ദിവസം കഴിഞ്ഞിട്ട് അത് വടകരയും പൊന്നാനിക്കും ഇടയിലാണ് കൂടുതൽ കണ്ടെയ്നേഴ്സ് അടിയാനുള്ള സാധ്യത. ഇന്നത്തെ സ്ഥിതി വെച്ച്, അതായത് ഇന്നത്തെ സമുദ്രസ്ഥിതി വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓയിൽ ചോർച്ച ഉണ്ടായെന്ന പ്രചാരണം തെറ്റാണ്. അമിത ആശങ്ക വേണ്ട. ഈ ഓയിൽ സ്പില്ല്, ഇതുവരെ ഓയിൽ സ്പില്ല് അവിടെ ആ സ്ഥലത്ത് സംഭവിച്ചതായിട്ട് നമ്മൾക്ക് വിവരമില്ല. സാറ്റലൈറ്റ് ഡാറ്റയിൽ നമ്മൾ അത് കാണുന്നില്ല. അത് കൂടുതലും നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ ഈ വസ്തുക്കൾ, അതായത് കണ്ടെയ്നേഴ്സ് അടിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ തന്നെ ആയിരിക്കും കൂടുതലും ഓയിൽ സ്പില്ല് ഉണ്ടാകാൻ സാധ്യത. പക്ഷേ കോസ്റ്റ് ഗാർഡിന്റെ പ്രവർത്തനം കൊണ്ട് അവിടെ തന്നെ ഈ ഓയിൽ സ്പില്ലിനെ അവർ തടഞ്ഞു നിർത്തും, അല്ലെങ്കിൽ ഡിസ്പേഴ്സന്റ് ഉപയോഗിച്ച് അത് നശിപ്പിച്ചു കളയും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇൻകോയ്സ് നേരിട്ട് വിവരങ്ങൾ കൈമാറുന്നുണ്ട്. സമുദ്ര സാഹചര്യം മാറുന്നതിനാൽ ദിവസവും ബുള്ളറ്റിനുകൾ പുതുക്കും. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.